കാസർഗോഡ് ലഹരിക്കേസിൽ പ്രതികളുമായുള്ള ബന്ധത്തിൽ മുഖ്യമന്ത്രിയുടെ വാദം അത് പൊളിയുന്ന കാഴ്ചയും നമ്മളിന്ന് കണ്ടു. നവകേരള യാത്രയ്ക്കെതിരായ പ്രതിഷേധത്തിൽ പരിക്കേറ്റപ്പോഴാണ് ഹുസൈനെ ആദ്യമായി നേരിൽ വിളിച്ചതും കണ്ടതും എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. തനിക്ക് സോഷ്യൽ മീഡിയ ടീം ഇല്ല എന്നും മുഹമ്മദ് ഹുസൈൻ കോർഡിനേറ്റർ അല്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. കേൾക്കാം. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പുംപടി MGM സ്കൂളിന്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു. അത് എന്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. ഓരോരുത്തർ ഓരോ ഇതിന്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ നവകേരള സദസ്സിന് മുൻപ് തന്നെ മുഹമ്മദ് ഹുസൈനെ VD സതീശിനെ അറിയാമെന്ന് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഹുസൈന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച വീഡിയോയിൽ പരിക്കുകൾ ഒന്നും വ്യക്തമല്ല. നവകേരള സദസ്സ് നടന്നത് 2023 നവംബർ 18 മുതൽ ഡിസംബർ 23 വരെയായിരുന്നു. എറണാകുളത്ത് നടന്നത് ഡിസംബർ 7 മുതൽ 10 വരെയാണ്. എന്നാൽ അതിനു മുൻപ് 2023 ഒക്ടോബർ 21 30 പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനുമായുള്ള ഫോട്ടോ മുഹമ്മദ് ഹുസൈൻ പങ്കുവച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം. സജോ ദേവസ്യയും റോഷിപാലും നമുക്കൊപ്പം ചേരുകയാണ്. സജോയിലേക്ക് ആദ്യം പോകാം. സജോ, അപ്പോൾ ഇന്ന് നമ്മുടെ പ്രതിപക്ഷത്തുള്ള CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് P രാജീവൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി ഓരോ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നടത്തുന്ന വാർത്താ സമ്മേളനത്തിന് ശേഷം ഒരു ഫാക്ട് ചെക്ക് നടത്തേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ കേരളം എന്നുള്ളതാണ്. അതൊരു രാഷ്ട്രീയ ആരോപണമാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു ഡേറ്റ്, ആ ഒരു സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മുഹമ്മദ് ഹുസൈൻ്റെ ഒരു ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ അതിപ്പോഴും ആക്റ്റീവാണ്. അതിൽ കയറി നോക്കിയാൽ നമുക്ക് കാണാം 2023 മുതൽ 26 ചിത്രങ്ങൾ, അതായത് മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഉൾപ്പെടെ ഇന്ന് വരെയുള്ള 26 ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. 4 റീൽസ്, വീഡിയോസ് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയൊരു അടുപ്പം ഉണ്ട്. ഇതിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട് സന്ദർശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശിന്റെ പിറന്നാളിന് അവർ ഒരുമിച്ച് വീട്ടിലെത്തി ആശംസ നേർന്ന് ആഘോഷിക്കുന്ന ദൃശ്യങ്ങളടക്കം, കൈപിടിച്ച് നടക്കുന്ന, തോളിൽ കയറുന്ന ദൃശ്യങ്ങളെല്ലാം വ്യക്തമാണ്. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞ ആ ഒരു ഡേറ്റ്, അതായത് ഈ നവകേരള സദസ്സിന്റെ ഡേറ്റ് ഉണ്ട്, അതിനുശേഷം വിളിച്ച ഡേറ്റ് ഉണ്ട്. പക്ഷേ അതിന് മുൻപ് തന്നെ നമ്മൾ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തപ്പിയാൽ അത് കാണാൻ സാധിക്കും. ഇതൊന്നും ചേർന്ന് പോകുന്നതല്ല. ഇതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ മുഖ്യമന്ത്രിക്ക് സ്ഥിരമായി സംഭവിക്കുന്നത്? സജോ. ഷിഹാസ്, മുഖ്യമന്ത്രി ഒരു ദുർബലമായ പ്രതിരോധ കവചം ഒരുക്കുന്നു എന്ന് പറയേണ്ടി വരും. അതായത് നമുക്ക് ഇതിനകം പുറത്തു വന്ന ദൃശ്യങ്ങൾ, ചിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ തന്നെ ഈ അടുപ്പത്തിന്റെ ആഴം മനസ്സിലാകും. എന്നിട്ടൊരു നവകേരള സദസ്സിലെ കരിങ്കൊടി പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായ സംഘർഷത്തിലാണ് ആദ്യം പരിചയപ്പെട്ടത് അല്ലെങ്കിൽ വിളിച്ചത്. അത്രയുമേ ഉള്ളൂ ആ സൗഹൃദം, പരിചയം, അടുപ്പം എന്നെങ്ങനെയാണ് വാദിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്ന് മാത്രമല്ല, ഈ MGM സ്കൂളിന് മുന്നിൽ ഒരു പ്രതിഷേധം നടന്നിട്ടുണ്ട്. ആ പ്രതിഷേധത്തിൽ ഹുസൈൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള ബസ്സിനെ, ആ യാത്രയെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്ന സംഘത്തിൽ ഹുസൈൻ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തുടനീളം വലിയ ക്രൂരമായ ലാത്തിച്ചാർജും മർദ്ദനവും ഏറ്റു എന്നാണ് പറയുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള ലാത്തിച്ചാർജിന്റെയും മർദ്ദനത്തിന്റെയും ഒക്കെ ആ ഘട്ടത്തിൽ വലിയ തോതിൽ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ്. പക്ഷേ ഇവിടുത്തെ മാത്രം ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇത്രയും ക്രൂരമായ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് വീട്ടിലെത്തി സന്ദർശിക്കാനൊക്കെ കാരണമായ ഒരു സംഭവത്തിൽ, വലിയ പ്രതിഷേധത്തിൽ അതിന്റെ ഒരു ദൃശ്യം പോലും പുറത്തില്ല. വലിയ ക്രൂരമായ പോലീസ് ലാത്തിച്ചാർജ് എന്ന് പറയുമ്പോൾ മറ്റെല്ലായിടത്തും ദൃശ്യം പുറത്തു വന്നിട്ടും ഇവിടുത്തെ ദൃശ്യം മാത്രം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും യൂത്ത് കോൺഗ്രസോ ഈ ഹുസൈനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന നേതാക്കളോ കോൺഗ്രസ് നേതാക്കളോ DCC അധ്യക്ഷനോ ഒന്നും ഇത് പുറത്തുവിട്ടിട്ടില്ല. അത് ഒരു വശം, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ മാത്രമാണോ പരിചയപ്പെടുന്നത്? അപ്പോഴാണ് ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് നോക്കുന്നത്. നവകേരള സദസ്സ് എറണാകുളത്ത് നടന്നത് ഡിസംബർ 7 മുതൽ 10 വരെ. എന്നാൽ അതിനു മുമ്പ് 2023 ഒക്ടോബർ 21, 30 പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനുമായുള്ള ചിത്രങ്ങൾ ഇതേ ഹുസൈൻ പങ്കുവച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നവകേരള സദസ്സിലെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള യാദൃശ്ചിക പരിചയപ്പെടൽ അല്ല എന്ന കാര്യം വ്യക്തമാക്കുന്ന തെളിവുകൾ ഇപ്പോൾ തന്നെ പബ്ലിക് ഡൊമൈനിലുണ്ട് എന്നതാണ് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നു മാത്രമല്ല, അവിടെ ഈ MGM സ്കൂളിന് മുന്നിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അന്ന് നടന്നിരുന്നു. പക്ഷേ പോലീസിന്റെ കടുത്ത ലാത്തിച്ചാർജൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതേ നവകേരള യാത്രക്കെതിരായ പ്രതിഷേധത്തെക്കുറിച്ച് ഇതേ ഹുസൈൻ തന്നെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്.
ആ ഘട്ടത്തിൽ എന്തെങ്കിലും പരിക്കേറ്റതിന്റെ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ ഉൾപ്പെടുത്തിയുള്ള ഒരു റീലും ഒരു ഫോട്ടോയും ഒരു ചിത്രവും പങ്കുവച്ചില്ലെന്ന് മാത്രമല്ല ആ ദൃശ്യങ്ങളിൽ പരിശോധിച്ചാൽ കാര്യമായ പരിക്കൊന്നുമില്ല എന്ന് കാണുകയും ചെയ്യാം. അപ്പോൾ എപ്പോഴാണ് ഈ മർദ്ദനമേറ്റത്? പോലീസിന്റെ ലാത്തിച്ചാർജിലാണോ മർദ്ദനമേറ്റത്, അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും സന്ദർഭത്തിലാണോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ചില ചോദ്യങ്ങളിൽ നിന്ന് വിദഗ്ധമായി ഒഴിഞ്ഞുമാറി നവകേരള സദസ്സിന്റെ ഭാഗമായി ഒരു പ്രവർത്തകന് പരിക്ക് പറ്റിയപ്പോൾ വീട്ടിൽ പോയി കണ്ടു എന്നാണ്. എറണാകുളം ജില്ലയിൽ തന്നെ വിവിധയിടങ്ങളിൽ സമാന രൂപത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളും മറ്റ് സംഘർഷങ്ങളും ഉണ്ടായ മറ്റ് സ്ഥലങ്ങളുമുണ്ട്. അവിടെയും ഇതേ കാര്യം ആപ്ലിക്കബിൾ ആയോ എന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായ ഉത്തരവില്ല. അപ്പോൾ ചില കാര്യങ്ങൾ, അതായത് ഒരു കാര്യം എടുത്ത് മുന്നോട്ട് വെച്ചൊരു പ്രതിരോധം ഒരുക്കുകയാണ്. കൃത്യമായ ദൃശ്യങ്ങൾ, തെളിവുകൾ, ചിത്രങ്ങൾ നമ്മുടെ മുന്നിൽ ശബ്ദിക്കുന്ന തെളിവായുണ്ട്. അതുകൊണ്ട് അറിയില്ല എന്ന് പറയാൻ കഴിയില്ല, അതുകൊണ്ട് അറിയാം എന്ന് തന്നെ പറയാൻ കഴിയുകയുള്ളൂ. പകരം ഒരു പ്രതിരോധ കവചം, ഒരു കാരണം ഒന്ന് മുന്നോട്ട് വെക്കണം. അങ്ങനെയല്ലാതെ മറ്റു പോംവഴിയില്ല. അതിനായി കണ്ടെത്തിയ ഒരു പോംവഴി എന്നതിൽ കവിഞ്ഞ് ഒന്നും ഇല്ല. അതായത് അതിന് മുന്നേ തന്നെ, അതായത് നവകേരള സദസ്സിൽ ഇങ്ങനെ സംഭവിച്ചതിന് ശേഷമുള്ള പരിചയമായിക്കോട്ടെ, ഈ മാർച്ചിൽ തന്നെ ഇദ്ദേഹം വീണ്ടും അവകാശപ്പെടുന്നുണ്ട് താൻ മുഖ്യമന്ത്രി, താൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് എന്ന് അദ്ദേഹം വീണ്ടും അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊരു ഘട്ടത്തിലും നിരാകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ളവരും മുഖ്യമന്ത്രിയും ഉള്ള ഇടങ്ങളിൽ, സ്വകാര്യ ഇടങ്ങളിൽ, എല്ലാ ഓഫീസുകളിലും കയറി ചെല്ലാൻ കഴിയുന്ന ആക്സസ് പിന്നീട് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ലഭ്യമായത്? അപ്പോൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ മർദ്ദനമേറ്റ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളുകളെ എല്ലാം വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്, ഫോൺ വിളിച്ചിട്ടുണ്ട്, അവരെല്ലാം ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ പറയുന്ന ഹുസൈനുമായി ഉള്ള അത്ര വലിയൊരു അടുപ്പത്തിലുള്ള മറ്റേതെങ്കിലും ഒരു ആളുമായുള്ള ചിത്രങ്ങളോ വീഡിയോസോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ആ ഒരു ഫോൺ വിളിയിൽ നിന്ന് ഇവർ തമ്മിൽ വലിയ ബന്ധം, വലിയ സൗഹൃദം, ആഴത്തിലുള്ളൊരു ബന്ധം എങ്ങനെ തുടങ്ങി എന്നൊരു ചോദ്യം അവശേഷിക്കുകയാണ്. അപ്പോൾ